നടൻ ജയസൂര്യക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണം വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്തെ വെച്ച് കടന്നു പിടിച്ചെന്നാണ് കൊച്ചി സ്വദേശിനിയായ നടിയുടെ പരാതി. പിന്നാലെ മറ്റൊരു നടിയും പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് നടിയുടെ പരാതി. തിരുവനന്തപുരം സ്വദേശിനിയായ നടിയാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. സിനിമാ രംഗത്ത് വലിയ വിവാദങ്ങളിലൊന്നും ഇതുവരെയും അകപ്പെടാതിരുന്ന നടൻ കൂടിയാണ് ജയസൂര്യ. എന്നാൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പരാതികളിൽ നടനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നു വരുന്നത്. ഇപ്പോഴിതാ ജയസൂര്യയെക്കുറിച്ച് സംസാരിച്ചെത്തിയിരിക്കുകയാണ് നടി നൈല ഉഷ. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ തന്നെ ഞെട്ടിക്കുന്നതാണെന്നാണ് നടി ഇപ്പോൾ തുറന്നു പറയുന്നത്. നടിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റെടുക്കുന്നുണ്ട്. ജയനൊപ്പം എനിക്ക് വളരെ നല്ല അനുഭവമാണുള്ളത്. എൻ്റെ അടുത്ത സുഹൃത്ത് കൂടിയാണ് ജയൻ. സിനിമാ രംഗത്ത് തനിക്ക് വിളിച്ച് എൻ്റെ സുഹൃത്ത് നിങ്ങളുടെ ഫാനാണ്, പിറന്നാൾ ആശംസകൾ അയക്കാമോ എന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി ജയസൂര്യ കൂടിയാണ്. തനിക്കിത് ഷോക്കിംഗ് തന്നെയാണ്. ഇതേക്കുറിച്ച് ഞാൻ ജയനോട് ഇതുവരെയും സംസാരിച്ചിട്ടില്ല. അതേസമയം ആരോപണം ഉന്നയിച്ച സ്ത്രീകൾ കള്ളം പറയുകയാണെന്നോ ഇതിൽ ജയനൊപ്പം ഞാൻ നിൽക്കുന്നു എന്നോ അല്ല. പക്ഷേ ഈ വെളിപ്പെടുത്തലുകൾ തനിക്ക് ആശ്ചര്യമുണ്ടാക്കുന്നതാണെന്നാണ് നടി പറയുന്നത്. സിനിമാ രംഗത്ത് നിന്നും തനിക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും നൈല ഉഷ പറയുന്നുണ്ട്. എല്ലാ സിനിമയിലും എന്നെ നായിക ആയിട്ടാണ് വിളിച്ചിട്ടുള്ളത്. അതിനാൽ പരിഗണന വ്യത്യാസമായിരിക്കും. നല്ല ഹോട്ടൽ മുറികൾ നൽകും. എൻ്റെ നിബന്ധനകൾ അംഗീകരിക്കും. പക്ഷേ അതല്ല എല്ലാവരുടെയും സാഹചര്യം. നായികമാരോട് അഡ്ജസ്റ്റ്മെൻ്റ് ആവശ്യപ്പെടുന്നവരുമുണ്ട്. പാർവതി നേരത്തെ ഇതേക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരുപാട് സ്ത്രീകൾ അത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടവരായി വന്നിട്ടുമുണ്ട്. അതേക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലുകളെ സിനിമാ രംഗത്തെ ആർക്കെങ്കിലും ഞെട്ടൽ തോന്നുന്നുണ്ടെങ്കിൽ അതാണ് എന്നെ ഞെട്ടിക്കുന്നത്. മലയാള സിനിമാ രംഗത്ത് മാത്രമാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. എനിക്കൊരിക്കലും മോശം അനുഭവം അവിടെ നിന്നും ഉണ്ടായിട്ടില്ല. എനിക്കെപ്പോഴും ബഹുമാനമാണ് ലഭിച്ചിട്ടുള്ളത്. എന്നെ പ്രോജക്റ്റുകളിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രോജക്റ്റിലേക്ക് ക്ഷണിക്കപ്പെടുന്നവരോടും ആ പ്രോജക്റ്റിലേക്ക് അവസരം തേടുന്നവരോടുമുള്ള സമീപനത്തിൽ വ്യത്യാസമുണ്ടാകുമെന്നും നടി പറയുന്നുണ്ട്. ജയസൂര്യയ്ക്ക് പുറമെ സിദ്ദീഖ്, മുകേഷ്, വി.കെ. പ്രകാശ്, ബാബുരാജ്, രഞ്ജിത്ത് തുടങ്ങിയ പ്രമുഖർക്കെതിരെ പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. രഞ്ജിത്ത് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രാജിവെച്ചിട്ടുമുണ്ട്. സിദ്ദീഖ് താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനവും ഒഴിഞ്ഞു. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാണിപ്പോൾ. പ്രതിപക്ഷം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധ സമരങ്ങളും നടത്തി വരികയാണ്. എന്തായാലും നൈല ഉഷ പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുക തന്നെയാണ്.